കായ്ക്കുന്നതിനെ കുറിച്ചുള്ള അടുത്ത ദൈവത്തിന്റെ പദ്ധതിയാണ് അധികം എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ആമേൻ. ഇന്ന് ചിലരെ അധികത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന ദിവസമാണ്. പ്രൈസ് ഗോഡ്. അധികം ഫലം കായ്ക്കണം. അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ് ചെത്തി എന്ത് ചെയ്യും? വെടിപ്പാക്കും. സ്തോത്രം. അധികം ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ് ചെത്തി വെടിപ്പാക്കും. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു പ്രോസസ്സിനകത്തൂടെ ആ വ്യക്തിയെ കടത്തിവിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടും. പ്രോസസ്സിലൂടെ കടത്തിവിടുന്നതിൻ്റെ കാരണം വേറൊന്നിനുമല്ല, അധികം ഫലമുള്ള വ്യക്തിയായിട്ട് മാറണം. സ്തോത്രം. നമ്മളിൽ നിന്ന് ചെറുതൊന്നും അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്, വലിയതാണ് പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഈ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഒരു വ്യക്തി ഒരു ഡോക്ടർ ആകണമെങ്കിൽ ആ വ്യക്തിക്കൊരു ട്രെയിനിങ് ഉണ്ട്. പ്രൈസ് ഗോഡ്. ട്രെയിനിങ്ങിന് ശേഷം ആ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുവാൻ അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ കൂടെ അദ്ദേഹം തുടരണം. പ്രൈസ് ഗോഡ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചെടുത്ത ആ ഉദ്യോഗത്തിലേക്ക് അദ്ദേഹം സ്റ്റെപ്പ് വെക്കുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ ലൈഫിനെ ദൈവം ട്രെയിൻ ചെയ്യുന്ന ദൈവമാണ്. പ്രോസസ്സിലൂടെ കടത്തിവിടുന്ന ദൈവമാണ്. സ്വന്തം പലരുടെയും ലൈഫിനകത്ത് വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എൻ്റെ ലൈഫിനകത്ത് എന്താണ് ഇത് നടക്കാത്തത്? സ്വന്തം കർത്താവ് എന്നോട് പറഞ്ഞു, നീ ട്രെയിനിങ്ങിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ ദൈവത്തിനൊരു ആരാധന കൊടുക്കാൻ പറ്റും? ആമേൻ. നമ്മൾ നേരെ കയറി ഒരു ട്രെയിനിങ്ങിലൂടെ പോകുന്നില്ല, ഡോക്ടർ ആകുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ വരുന്ന രോഗിയുടെ കാര്യം കണ്ടുപോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇതിനകത്തൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വിലയുള്ളൊരു ലൈഫ് നമുക്കുണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മെ നടത്തുന്ന വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ശക്തിയുള്ളവരായി മാറുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ അത് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. സ്തോത്രം. ഒരു വ്യക്തി ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒന്നാമതായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് നന്മയാണ്. സ്വന്തം തുടക്കം അവന്റെ ലൈഫിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് നന്മയാണ്. അവന്റെ ലൈഫിനകത്ത് മുഴുവൻ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കാൻ തുടങ്ങും. സ്വന്തം അത് ചിലപ്പോൾ പൊട്ടക്കുഴിയായിരിക്കാം, പോത്തിപ്പറിന്റെ ഭവനമായിരിക്കാം, കാരാഗ്രഹമായിരിക്കാം, സ്തോത്രം, പല നഷ്ടങ്ങളായിരിക്കാം. അതെല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ദൈവഹിതത്തിന്റെ പ്രാരംഭ സ്റ്റെപ്പാണത്. പ്രൈസ് ഗോഡ്. എല്ലാം നന്മയായി മാറും. നന്മകൾ മാത്രമല്ല, പ്രതിസന്ധികൾ പോലും നന്മയായി തിരിയും. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്വന്തം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. എന്നാലും നന്മ കൊണ്ട് അവന്റെ ജീവിതം തീരത്തില്ല. ദൈവഹിതത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ് പ്രസാദം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ നന്മയിൽ നീ തുടർന്നാൽ അടുത്തൊരു കാലഘട്ടം നിന്റെ മേൽ ഓപ്പണായി വരും. അതിന്റെ പേരാണ് പ്രസാദ കാലം. കൈകൾ അടിച്ച് അതിനെ ഒന്ന് റിസീവ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ കാലത്തിലോട്ട് കയറിയാൽ സ്വർഗം ഇറങ്ങി നിന്ന് പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്ര പേർ ഈ ദൂതിനെ ഒന്ന് റിസീവ് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലർ പ്രസാദ കാലത്തിലേക്ക് പോകാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. നിന്റെ നന്മയുടെ സീസൺ കഴിഞ്ഞു, നീ ഒരു പ്രസാദത്തിലേക്ക് കയറാൻ പോകുകയാണ്. കൈകൾ അടിച്ചതിനെ റിസീവ് ചെയ്യുക.
പ്രസാദകാലത്തിൽ ദൈവം തന്നെ ഇറങ്ങി വരും, നിന്നെ വെളിപ്പെടുത്തും. നീ മറഞ്ഞിരുന്നത് മതി, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തും. പ്രസാദ കാലഘട്ടത്തിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായിട്ട് തിരികെ വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം ദൈവം തുറക്കാൻ പോകുകയാണ്. എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? ഈ വചനം വിട്ടുവെക്കുകയാണ്. എന്തൊക്കെ നിന്നിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയോ, എന്തൊക്കെ പിശാച് അപഹരിച്ചോ, അത് മുഴുവൻ 100 മടങ്ങായി പോരാ, 100 മടങ്ങായി, 10,000 മടങ്ങായി നിന്റെ മേലേക്ക് തിരികെ വരും. Receive, receive, receive. ഈ അന്തരീക്ഷത്തിൽ ഞാൻ ദൂതന്മാരെ കാണുന്നു. ചിലരുടെ മേലൊക്കെ ദൈവത്തിന്റെ ദൂതൻ ചില ഡിപ്പോസിറ്റുകൾ കൊണ്ടിടുകയാണ്. പ്രസാദകാലം മാത്രമല്ല, അതിന്റെ പൂർണ്ണത വെളിപ്പെടും. ദൈവഹിതത്തിനകത്ത് നന്മ വെളിപ്പെടും, പ്രസാദം വെളിപ്പെടും, പൂർണ്ണത വെളിപ്പെടും. ഒരു റോസാപ്പൂ അതിന്റെ പൂർണ്ണ അളവിലേക്ക് വിരിഞ്ഞു വരുന്നത് പോലെ നിന്റെ ലൈഫ് വിരിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമുണ്ട്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഞാൻ ഈ ചർച്ചിനോട് ആത്മാവിൽ പറയുന്നു, ഇതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം തുറക്കാൻ പോകുകയാണ്. എത്ര പേരതിനെ ഒന്ന് ഏറ്റെടുക്കുന്നുണ്ട്? ഓ ശാന്തനമനാദിയ, ഈ ദൂത് വിടരുത്. ജോസഫ് മന്ത്രി